കാലമിതാ മേടപ്പൊന്നണി പാടം നിറയെ നിറകതിർ വിരിയുന്നു. വെള്ളപ്പൂവരി വെള്ളരി ഉരുളിയിൽ മംഗളദർശനമായി സദ്യക്കിരയിൽ ഇന്നു വിളമ്പാം പല പല വിഭവങ്ങൾ. ഈ വിഷുവിന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമാർന്ന ഒരു രസം തന്നെയാണ്, ചെമ്പരത്തിപ്പൂ രസം. ആദ്യം എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്പരത്തി ഇടാം. 5 ഇതളിലുള്ള ചെമ്പരത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത്. ഈ ചെമ്പരത്തി സ്ത്രീകളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അത്യുത്തമമായ ഒന്ന് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി, ഇനി ലേശം ഉപ്പ്, പിന്നെ രസപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. നേരത്തെ നമ്മൾ കുറച്ച് തക്കാളി ഇട്ടതുകൊണ്ട് ഇനി ഇതിലേക്ക് ലേശം പുളിവെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ട് ഒന്ന് ഇളക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു രസം രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഇന്നത്തെ ചെമ്പരത്തിപ്പൂ രസം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചെപ്പും അതുപോലെ തന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് ഇത്തിരി കുരുമുളക് പൊടിയും ചേർക്കാം. എരിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് 2-3 ഇതള് ചെമ്പരത്തി ചേർക്കാം. നമ്മുടെ ഐറ്റം ചെമ്പരത്തി രസമാണല്ലോ. പല പല വിഭവങ്ങൾ